നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് 1,73,00,000 രൂപ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട വെളത്തൂർ സ്വദേശിയിൽ നിന്നും 1,73,00,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പൻ വീട്ടിൽ 43 വയസ്സുള്ള മുഹമ്മദ് അൻവറിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് CBI ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് 1,73,00,000 രൂപ പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തത്. നഷ്ടപ്പെട്ട തുകയിൽ ഉൾപ്പെട്ട 5,30,000 രൂപ തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങി തുക പിന്നീട് പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി 5,000 രൂപ കമ്മീഷൻ പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാലാണ് മുഹമ്മദ് അൻവറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുജിത് PS, SI രമ്യ കാർത്തികേയൻ, ഗ്രേഡ് SI സുജിത് കുമാർ PS, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിബു വാസു, മനുദേവ്, സച്ചിൻ, അനന്തുമോൻ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാട്ടൂർ ചെമ്പഞ്ചാലിൽ മത്സരിക്കുന്ന UDF, LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ വസ്തുക്കൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് കാരാഞ്ചിറ ഡിവിഷനിൽ മത്സരിക്കുന്ന അംബുജ രാജിന്റെയും 14ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി PS മനുവിന്റെയും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിട്ടുള്ളത്. ഇതു സംബന്ധിച്ച് കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാട്ടൂരിലെ സമാധാന അന്തരീക്ഷത്തിലുള്ള മത്സരത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AP വിൽസൺ കുറ്റപ്പെടുത്തി. സമാധാനം തകർക്കുന്നതിന് വേണ്ടി ചില ക്ഷുദ്രശക്തികൾ രംഗത്തിറങ്ങിയതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഇവിടെ നല്ല സൗഹാർദ്ദപരമായ മത്സരമാണ് എന്നും ഏത് കാലത്തും ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. പക്ഷേ ഇത്തരം ക്ഷുദ്രശക്തികൾ ഈ നാടിന് ആപത്താണ്. അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഇത് ഇനിയും ആവർത്തിച്ചാൽ നമുക്ക് ഇത് സഹിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തിയാണ്. സാധാരണ പ്രവർത്തകൻ്റെ മനോവീര്യം കെടുത്തുന്നതിന് ഒരു ഭാഗത്ത് നടക്കുന്ന ഈ വിക്രിയയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപലപിക്കുകയാണ്. തുടർന്നും ഇക്കാര്യം സംഭവങ്ങൾ ഉണ്ടായാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അറിയാൻ കഴിഞ്ഞത് ഇത് ചെയ്ത ഒരു വ്യക്തി ഇതുവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾ എന്താണെന്നുള്ളത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ആളൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായി ഹോട്ടൽ ഉടമയ്ക്കെതിരെ പരാതി. ആളൂരിൽ പ്രവർത്തിക്കുന്ന നിള ഫുഡ് കോർട്ട് നടത്തിപ്പുകാരനും കണ്ടാൽ അറിയാവുന്ന സ്ത്രീക്കും പുരുഷനുമെതിരെയാണ് ആളൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് ആളൂർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്റെ ഓഫീസിലെത്തിയ ഉടമയും സംഘവും ഔദ്യോഗിക രേഖകൾ കീറിയെറിഞ്ഞ് തന്റെ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇയാളുടെ കടയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കോളിഫാം ബാക്ടീരിയ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തത് ഹെൽത്ത് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സൗഹൃദ ദിനാഘോഷം റിട്ടയർഡ് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് സൂപ്രണ്ട് കക്കര സുകുമാരൻ നായരും കൃഷ്ണ സുകുമാരനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് V ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ഷാജി CP, പൂർവ്വ വിദ്യാർത്ഥി P ഭരത് കുമാർ, സീനിയർ അസിസ്റ്റന്റ് സോണി VR എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ മുരളി MK സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ സിന്ധു MT നന്ദിയും പറഞ്ഞു. അന്ന് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ മുന്നിൽ എന്തെല്ലാമാണ് നടക്കുന്നത് അതെല്ലാം നമ്മൾ പഠിക്കുകയാണ്, അല്ലേ? ആ പഠിത്തത്തിൽ നിന്നാണ് നമ്മൾ മേലോട്ട് പോയി അവസാനം ജീവിത സാഫല്യം ഉണ്ടാകുന്നത്. ഈ സന്തോഷത്തോടു കൂടി അച്ഛനമ്മയുടെ പ്രീതിയും സന്തോഷമെല്ലാം അനുഭവിച്ച് സന്തോഷമായി അവരുടെ സഹായങ്ങളെ കൊണ്ട് എല്ലാം അറിഞ്ഞ് അംഗൻവാടി മുതൽ പ്രൈമറി സെക്രട്ടറിയില്
അപ്പർ പ്രൈമറി സെക്ഷനിൽ വന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ജൂനിയർ കോളേജ്, ഇന്റർമീഡിയറ്റ്, പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഈ അഡ്വാൻസ്ഡ് ഏജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ കൗമാര അവസ്ഥയിൽ എത്തിയില്ലേ? ശൈശവവും ബാല്യവും കഴിഞ്ഞ് കൗമാര അവസ്ഥയിലെത്തി. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അപ്പൊ നമുക്ക് പഠിക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതുവരെ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ രക്ഷിതാക്കളും അച്ഛനമ്മമാര്. ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഡ്വക്കേറ്റ് KR തമ്പാൻ മെമ്മോറിയൽ അഖില കേരള ഇന്റർ ബാർ അസോസിയേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ 29-ന് ശനിയാഴ്ച നടക്കും. മാപ്രാണം കിക്ക്ഷാക്ക് സ്പോർട്ട് അരീനയിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ ബാർ അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് 8 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.